കോട്ടയത്ത് പോയി കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ ഇരുന്ന പലരും ഇതിനകത്തുണ്ട്. അവിടെ സാഗ്ബ്രദർ പറഞ്ഞ കേൾക്കുന്നു. സാഗ്ബ്രദർ പറഞ്ഞ കാര്യങ്ങള് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ അത് മാത്രം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വേറെ വിക്ടർ ബ്രദർ, മറ്റ് ബ്രദേഴ്സ്, ജോജി ബ്രദർ ഒക്കെ സംസാരിച്ചു. അവര് പറഞ്ഞത് ഞാനിപ്പോ പറയുന്നില്ല. സാഗ്ബ്രദർ പറഞ്ഞ കാര്യങ്ങൾ അത് ഒന്ന് ഓർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ സാഗ്ബ്രദറിൽ നിന്നും ആദ്യം കേട്ടത് യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ഉള്ളവൻ ആണ് കർത്താവ് എന്ന് പറഞ്ഞു. ഈ അവസാന നാളുകളിൽ നമ്മെ വീഴാതെ നിർത്തുന്നത് കർത്താവാണ്. അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. കർത്താവാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മഹത്വം മുഴുവൻ, നമ്മൾ വീഴാതെ നിൽക്കുന്നതിന്റെ മഹത്വം മുഴുവൻ നമുക്ക് കർത്താവിന് കൊടുക്കണം. ആ മഹത്വം നമ്മൾ എടുക്കാനായിട്ട് ഇടയാകരുത്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, അന്ത്യനാളുകളിൽ കർത്താവിന്റെ തേജസ് വെളിപ്പെടണം എങ്കിൽ നാം 2 കാര്യം ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഈ നമ്മള് വസിക്കുന്ന ഇടത്ത് കർത്താവിന്റെ തേജസ് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ 2 കാര്യം ചെയ്യണം. ഒന്ന്, നാം സത്യത്തെ സ്നേഹിക്കണം. സത്യത്തെ സ്നേഹിക്കണം. ആ സത്യം ഏതാ? യേശുക്രിസ്തു ആണ് സത്യം. സത്യത്തെ നാം സ്നേഹിക്കണം. 2, പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹം, പാപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹം നമുക്ക് വേണം. ആ തീവ്രമായ ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ പാപത്തെ നിന്ന് രക്ഷ പ്രാപിക്കണമെന്നുള്ള ഉദ്ദേശമില്ലാത്തവരായി തീരും. അപ്പോ പാപം നമ്മൾ ചെയ്തു പോകും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടാകണം. 1 യോഹന്നാൻ, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-6 ക്രിസ്തു വസിക്കുന്നു എന്ന് പറയുന്നവൻ, യേശുക്രിസ്തു അവനിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നവൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നു? അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശുക്രിസ്തു നടന്നതുപോലെ നടക്കണം ഈ ലോകത്തില്. അത് ചെയ്യുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ ജീവൻ ഒരു നദി എന്ന പോലെ നമ്മിൽ നിന്നും ഒഴുകണം. പരിശുദ്ധാത്മാവിന്, യേശുക്രിസ്തുവിന്റെ ജീവൻ ഒരു നദി എന്ന പോലെ നമ്മിൽ നിന്ന് ഒഴുകണം. പരിശുദ്ധാത്മാവിനാൽ നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മിലുള്ള പരിശുദ്ധാത്മാവിന്റെ അളവ് വെറും ഒരു കപ്പ്, അതിന്റെ വലിപ്പമേ ഉള്ളൂ, ഒരു കപ്പ്. എന്നാൽ തുടർന്ന് മാനസാന്തരത്തിൽ ജീവിക്കുകയും ആത്മാവിനാൽ സ്വന്തം ഇഷ്ടത്തെ മരിപ്പിച്ച് യേശുവിനോടുകൂടെ നടക്കുകയും ചെയ്യുമ്പോൾ അത്, ആ കപ്പെന്നുള്ളത് ഒരു കിണറാകും. യേശുവിന്റെ കൂടുള്ള നമ്മുടെ ജീവിതമാണ് കിണറായി മാറുന്നത്. ആ കിണറോ തുടർന്ന് ഒരു നദി പോലെയാകും. ആ നദിയോ പിന്നെ പറയുന്നത്, അനേക നദികൾ
ഒഴുകും. കർത്താവ് പറയുന്നേ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആ നദികൾ ഒഴുകുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം. അതാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതിന്റെ അടയാളം വരങ്ങളല്ല, രോഗശാന്തി ശുശ്രൂഷയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വരങ്ങളല്ല, എന്നാൽ ഫലങ്ങളാണ്. ഫലം പുറപ്പെടുവിക്കേണ്ട ആവശ്യമുണ്ട്. ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിനുള്ള ഒന്നാമത്തെ രഹസ്യം, എനിക്ക് തനിയെ യേശുവിന്റെ ജീവൻ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള അറിവാണ്. യേശുവിന്റെ ജീവനിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുകയില്ല, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ള അറിവ് നമുക്ക് വേണം. യോഹന്നാൻ 15:1, 3, 4 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. മരത്തിന്റെ ചില്ല, കൊമ്പ്, ആ മരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലമേ ഫലം പുറപ്പെടുവിക്കാനൊക്കത്തുള്ളൂ. മരത്തിൽ നിന്ന് വെട്ടി മുറിച്ചാലോ ഫലം പുറപ്പെടുവിക്കാനൊക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. നാം ക്രിസ്തുവിൽ നിലനിൽക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ഫലം പുറപ്പെടുവിക്കും. ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കണം. രണ്ടാമത്, എപ്പോഴും നിർമ്മല മനസാക്ഷിയുള്ളവരായിരിക്കണം. നമ്മുടെ മനസാക്ഷി നിർമ്മലമായിരിക്കണം. മനസാക്ഷി തെറ്റുന്നു എന്ന് കണ്ടാൽ അതിനെ കഴുകി വൃത്തിയാക്കാൻ നമ്മൾ തയ്യാറാകണം. അത് യേശുക്രിസ്തുവിന്റെ രക്തത്താലേ കഴിയുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 24-15-16 വാക്യങ്ങളില്, അപ്പോസ്തല പ്രവൃത്തി 25-ാം അധ്യായം, 24-ാം അധ്യായം, 24-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളില് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വെച്ചിരിക്കുന്നു. പുനരുത്ഥാനം ഉണ്ടാകും. ആരുടെയാ? നീതികെട്ടവരുടെയും നീതിമാന്മാരുടെയും പുനരുത്ഥാനം ഉണ്ടാകും. അപ്പം നീതികെട്ടവനാണോ നീതി ഉള്ളവനാണോ എന്നുള്ളത് കണക്കാക്കുന്നില്ല. പുനരുത്ഥാനം ഉണ്ടാകും. ആ പുനരുത്ഥാനം ഉണ്ടാകുന്നത് കൊണ്ട്, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ആ പുനരുത്ഥാനത്തിൽ എനിക്ക് പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറ്റമില്ലാത്ത ഒരു മനസാക്ഷിയോടെ ഈ ലോകത്ത് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ലോകം വെറുപ്പിന്റെയും അധർമ്മത്തിന്റെയും അന്ധകാരം കൊണ്ട് മൂടിയിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ ലോകത്തിന്റെ വെളിച്ചം ആയിരിക്കേണ്ട ഉത്തരവാദിത്വം സഭ നമുക്ക് നൽകിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. നമ്മള് ലോകത്തിന്റെ വെളിച്ചമാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ ലോകത്തിന് വെളിച്ചമാണെങ്കിൽ ക്രിസ്തുവിന് ശേഷം സഭയാണ് ലോകത്തിന്റെ വെളിച്ചം. നമ്മള് സഭയിലുള്ള ഓരോരുത്തരും ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം. വെളിച്ചം
യോഹന്നാൻ 1:4 യേശുവിന്റെ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചം എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ജീവൻ, അപ്പൊ നമ്മിൽ കൂടെ യേശുവിന്റെ ജീവൻ പ്രദർശിപ്പിക്കപ്പെടണം, കാണിക്കപ്പെടണം. 1 തീമോഥെയോസ് 4:16 നിന്റെ ജീവിതത്തെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 2 കാലുകൾക്കും ഒരേ നീളമാണ്. ഒരു കുഞ്ഞിന് 2 കാലുണ്ടെങ്കിൽ 2 കാലിന് ഒരേ നീളമാണ്. ഒരേ നീളമല്ലെങ്കിൽ എന്ത് വരും? മുടന്തമുണ്ടാകും. അപ്പൊ ആ ഒരേ നീളമാണ്. വളരുമ്പോഴും ഈ 2 കാലുകൾക്കും ഒരേ നീളമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ കാലിന് എന്തെങ്കിലും ഒരു കാലിന് കേടായാൽ മുടന്തനായി മാറും. അതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഉപദേശവും, ക്രിസ്തീയ ജീവിതം നമ്മൾ നടത്തുന്ന ജീവിതം, പിന്നെ നമ്മുടെ ഉപദേശവും ഒരുപോലെ ആയിരിക്കണം. പറയുന്നത് ചെയ്യണം, ഒരുപോലെ ആയിരിക്കണം. യേശുവിന്റെ ജീവിതം അവിടുന്ന് പ്രസംഗിച്ചതുപോലെ തന്നെ ആയിരുന്നു. നമ്മുടെ പ്രസംഗവും ജീവിതവും കണ്ട് മറ്റുള്ളവർ യേശുവിനെ അനുഗമിക്കുവാൻ ഇടയാകണം. അത് അവർക്കൊരു ഉത്സാഹമായി തീരണം നമ്മുടെ ജീവിതം. 1 കൊരിന്ത്യർ 13:1-2 വാക്യങ്ങളിൽ എല്ലാ വരങ്ങളും ഉണ്ടെങ്കിലും, വരങ്ങളെല്ലാം ഉള്ളവര് ഉണ്ടെങ്കിലും അവിടെ എന്താ പറഞ്ഞേ? സ്നേഹമില്ലെങ്കിൽ ആ വരങ്ങളെല്ലാം വിലയില്ലാത്തതായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതല്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ആ സ്നേഹത്തിന്, അയൽക്കാരനെ സ്നേഹിക്കുന്നതും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടോ? കേട്ടില്ല. എന്നാ കേട്ടു. പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതും അയൽക്കാരനെ സ്നേഹിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടോ? അയൽക്കാരനെ മാത്രം സ്നേഹിച്ചാൽ മതി. കർത്താവോ എല്ലാവരെയും നമ്മുടെ നല്ലവരെയും തീയവരെയും എല്ലാവരെയും കർത്താവ് സ്നേഹിച്ചു. ആ സ്നേഹമാണ് നമ്മൾ ഈ ലോകത്തിന് കൊടുക്കേണ്ടത്. യേശു സ്നേഹിച്ച പോലെ നമ്മൾ സ്നേഹിക്കുന്നതാണോ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിനുള്ള ഒരേ ഒരു മാർഗം, എല്ലാ ദിവസവും എനിക്ക് സ്വയത്തിന് മരിക്കണം എന്ന തീരുമാനമെടുത്ത് സ്വയത്തിന് മരിക്കുന്നത് ഒരു ശീലമാക്കുന്നതാണ്. നമ്മുടെ സ്വയത്തിന് നമ്മൾ മരിക്കുന്നു. എന്റെ ഇഷ്ടം ജയിക്കണം എന്നുള്ള ആ തീരുമാനം അതിന് നമ്മൾ മരിക്കണം. 2 തീമോഥെയോസ് 4:7 പറഞ്ഞിരിക്കുന്നത് പോലെ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. പൗലോസ് അങ്ങനെ പറഞ്ഞു. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. നമുക്കത് പറയാൻ കഴിയുമോ? പറയാനുള്ള ആ ഊർജം നമ്മിലുണ്ടോ? കാരണം അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അതായിരിക്കണം നമ്മൾ പറയേണ്ടത്. അതിന് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണം. ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നാം എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിരിക്കണം.
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോർ പൊരുതാം, ഓട്ടം തികയ്ക്കാം, വിശ്വാസം കാക്കാം. യോഹന്നാൻ 7:37-38 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ആവശ്യമായ 2 കാര്യങ്ങൾ: 1, അതിനുവേണ്ടിയുള്ള ദാഹം; 2, കർത്താവ് നമുക്ക് നൽകും എന്നുള്ള വിശ്വാസം. അതിനുവേണ്ടിയുള്ള ദാഹവും നമുക്ക് കർത്താവ് അത് തരും എന്നുള്ള വിശ്വാസവും, ഇത് 2 നമുക്ക് വേണം. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു ജയജീവിതമാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളോട് സംസാരിക്കുകയും, ഞാൻ വിചാരിക്കാറുണ്ട് പല സമയങ്ങളിലും നമുക്ക് ഇപ്രകാരം വളരെ ശുദ്ധമായിട്ടുള്ള ഒരു ദൈവവചനം കേൾക്കാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന വലിയ സാധ്യതയ്ക്കായിട്ട് ദൈവം നന്ദി പറഞ്ഞു. ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾക്കൊക്കെ, പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് സായിപ്പാട് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള ശരിയായ അർത്ഥത്തിൽ പലരുടെയും ജീവിതമാണ് അവർ പറയുന്ന വാക്കുകളേക്കാൾ ഉപരി സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഇന്നലെ കേട്ടു. അത് പറഞ്ഞതൊരു വേറൊരു അർത്ഥത്തിലാണെങ്കിലും നമ്മുടെ പല സഹോദരന്മാരെയും നമ്മൾ നേരിട്ട് കാണുമ്പോൾ അവർ പറയുന്ന വാക്കുകളുടെ അപ്പുറത്ത് അവരുടെ ജീവിതം യേശുവിന്റെ സ്നേഹത്തെ പറ്റി, നമ്മളോട് ദൈവം എത്ര കരുണയുള്ളവനാണ്, ദൈവം എത്ര താഴ്മയുള്ളവനാണെന്ന് അനേക സഹോദരന്മാരെ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ അവരുടെ ഇടപാടുകളിൽ നിന്ന്, അവരുടെ മറ്റുള്ള മനുഷ്യരോടുള്ള അവരുടെ സമീപനത്തിൽ നിന്ന് നമുക്ക് കാണാനും തിരിച്ചറിയാനായിട്ടും കഴിയും. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാര് മറ്റുള്ളവരോടൊക്കെ ഉള്ള അവരുടെ സമീപനം, ആരെയും സ്വീകരിക്കാനായിട്ടും ആരോട് സംസാരിക്കാനായിട്ടും. ഞാൻ ഇന്നലെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നമ്മളെയും കുറ്റപ്പെടുത്തിയതല്ല, മറ്റു സഭകളിലൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളിനെ നമ്മൾ പന്തലിരുന്ന് സാധാരണ ആളുകളോട് ഭക്ഷണം കഴിക്കാനായിട്ട് സാധാരണ നമ്മൾ കാണാറില്ല. അവർക്കെല്ലാം കുറച്ചുകൂടെ വിശാലമായ കസേരകളും ഫാനും അതിനുള്ള സെറ്റപ്പും അറേഞ്ച്മെന്റും ഒക്കെ അകത്ത് ഭക്ഷണം കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്. അവർ സാധാരണ ആളുകളുടെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കാനൊന്നും അവരെ കിട്ടത്തില്ല. കാര്യം അവര് സാധാരണക്കാരല്ല, അവര് സാധാരണ ജനങ്ങളിൽ നിന്ന് ഒത്തിരി ഉയർന്ന ആളുകളാണ്. എന്നാൽ ഇതൊക്കെ അവരുടെ ജീവിതങ്ങളിൽ സാധ്യമാക്കിയ, നമ്മൾ കേട്ട പോലെ യേശുവിന്റെ ജീവന്റെ ഒരു മാനിഫെസ്റ്റേഷൻ, യേശുവിന്റെ ജീവൻ അവരിൽ ഒഴുകുന്നത് പലരെയും നമുക്ക് നേരിട്ട് ചില കാര്യങ്ങളോടൊക്കെ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഞാൻ ഇന്നലെ ജോഹാനോടും ജ്യോതിസിനോടും ആ കാര്യം, അവർക്ക് ഈ കാര്യങ്ങളെ പറ്റി, ഇതിന്റെ വ്യത്യാസത്തെ പറ്റി മറ്റൊരു വശത്തിൽ ആരെയും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ അവരോട് പറയുകയായിരുന്നു. നമുക്കൊക്കെ ഇത് വളരെ അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ CFCയിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ അന്ന് കേട്ട ഒരു വചനം ഇപ്പോഴും എന്നെ സംബന്ധിച്ചിപ്പോഴും അത് പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം, നമ്മൾ യേശുവിനെ പറ്റി മനസ്സിലാക്കുന്നത്, യേശു ഒരു പാപം ക്ഷമിക്കുന്ന ആളാണെന്നാണ് പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ മത്തായി സുവിശേഷം 1:21 വായിക്കുമ്പം അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. ഇന്നലെ സായിപ്പാറ ഒരു കാര്യം പറയാനും, നിങ്ങൾക്ക് യേശു എന്നും ഒരു ഫർഗീവർ മാത്രമാണോ അതോ ഒരു സേവിയർ ആണോ? ഒരു
തുടർമാനമായി പാപങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ പാപങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ അതിനെപ്പറ്റി ഓർത്തനുദപിക്കുന്നു, വീണ്ടും നിങ്ങൾ ആ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര ഉന്നതമായ ഒരു സുവിശേഷത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ഈ ഒരു കാര്യം നോട്ട് ഫോർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല സഭ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം. അവിടെ യേശു ഒരു രക്ഷകനാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ നമുക്ക് കാണിച്ചു തരികയും നമുക്ക് യേശുവിന്റെ നമ്മൾ കേട്ട പോലെ ഒരു ഡോട്ടഡ് ലൈൻസിലൂടെ നമ്മൾ ജോജി പറയുന്നത് കേട്ടു. അവിടെ നമുക്ക് എഴുതാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പണ്ട് പകർത്തി എഴുതുക അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളുടെയും കോപ്പി റൈറ്റിംഗ് ബുക്കില് ആ അക്ഷരങ്ങളെല്ലാം കുത്തുകളായിട്ട് ഇട്ടിട്ടുണ്ട്. ആ കുഞ്ഞ് ആ വരയുടെ പുറകെ പോയി അത് എഴുതി മുഴുമിപ്പിച്ചാൽ ഒരു അക്ഷരമോ ഒരു ചിത്രമോ ആകും. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അപ്രകാരമുള്ളൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു വലിയ അതൊരു ഫേക്ക് ആയിട്ടുള്ള അത് കേവലം ഒരു തോന്നലല്ല. നമ്മുടെ പലരുടെയും ജീവിതങ്ങളിൽ അത് ദൈവം സത്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്നലെ കേട്ട പോലെ പാപത്തിന് രക്ഷയ്ക്ക് 3 ടെൻസുകൾ, 3 കാലങ്ങളുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ദൈവം നമ്മളെ പാപത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, പാപത്തിന്റെ പണിഷ്മെന്റ് അതിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. അത് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. ഇപ്പൊ ദൈവം നമ്മളെ പാപത്തിന്റെ പവറിൽ നിന്ന് നമുക്കിന്ന് നമ്മൾ പലപ്പോഴും പവർലെസ് ആയി തീരുന്നു എന്ന ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഇന്ന് നമുക്ക് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ദൈവം നമ്മളെ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നടത്താമെന്നത് നമ്മളെ സംബന്ധിച്ച് ഇന്ന് അതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ വിജയത്തിലേക്ക് നടത്താമെന്നുള്ളതാണ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള പ്രോമിസ്. ഞങ്ങൾ ഇന്നലെ രാവിലെ ഞാനിപ്പോ 3-4 പ്രാവശ്യമെങ്കിലും കസമറിയായി പോയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ രാവിലെ ഇത് ഒന്നും സംഭവിക്കാത്ത പോലെ ഞങ്ങള് കാരിത്താസ് ഹോസ്പിറ്റലിന് ചുറ്റും ഒരു 7 കിലോമീറ്റർ വട്ടം മലയ്ക്ക് ചുറ്റും 7 കിലോമീറ്ററോളം കറങ്ങി എന്നിട്ടാണ് ആ സമയത്ത് അവിടെ എത്തിയത്. അപ്പം അവിടെ വന്നപ്പം ശരിക്കും ഞാൻ വിചാരിച്ചു, കർത്താവേ എന്തോ പറ്റി, എന്തിനാണ് കാസമറിയേക്ക് ഈ വലം വെക്കുന്നത് എന്ന് അന്നേരം എനിക്ക് മനസ്സിലായില്ല. എന്നാ സാക്ബർ പറഞ്ഞു, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആവശ്യകത ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കാര്യം ബോധ്യം വന്നു. കാര്യം ഞാൻ കാസമലയ്ക്ക് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അവിടെ വരെ പോയി റിവേഴ്സ് എടുത്തു. അതുപോലെ ഭയങ്കര ട്രാഫിക് ഉള്ള റോഡ്, ആളുകൾ ചീറി പാഞ്ഞു വരികയാണ്. അപ്പൊ ഞാൻ ഈ വട്ടം വെക്കുന്നതിനിടയിൽ ആളുകൾ എന്നെ അടിച്ചിരുന്നേ ഉള്ളൂ. നമ്മൾ റോഡില് പല വണ്ടികളെ സ്റ്റോപ്പ് ചെയ്താ വന്നേ. അപ്പം ഈ സമയങ്ങളിൽ ഞാൻ ഉള്ളത് പറഞ്ഞ യേശുവിന്റെ പ്രതികരണം, യേശു എങ്ങനെയായിരിക്കണം പ്രതികരിച്ചത് എന്നുള്ളതിൽ നിന്ന് ഞാൻ വളരെ വ്യത്യസ്ത. കാര്യം നമ്മുടെ നെഞ്ചിൽ നേരെ ഒരു വണ്ടി വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കറിയാം. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് പരിശുദ്ധാത്മാവിന്റെ ആവശ്യം. അപ്പൊ എനിക്ക് ബോധ്യം, കർത്താവ് ഇതിനാണ് കാസമറിയയ്ക്ക് ചുറ്റും വലം വെച്ചത്. കാര്യം ഇന്ന് രാവിലത്തെ ഒരു കാര്യം, പല ഇൻസിഡന്റുകൾ നമ്മൾ മറന്നു പോകും. എന്നാ യേശു ആയിരുന്ന പോലെ അല്ല. യേശു വണ്ടി ഓടിക്കുന്ന സമയത്ത് യേശു ആയിരിക്കുന്ന പോലല്ല നീ നിന്റെ നെയ്ബറിനോട് ഇടപെടുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കാസമറിയയ്ക്ക് നീ വലം വെച്ചത് എന്ന് കർത്താവിനോട് പറഞ്ഞത്. നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഇപ്രകാരം നമ്മൾ സഹോദരന്മാരെ എല്ലാം ശ്രദ്ധിക്കുമ്പോഴും ഇന്നലെ സന്തോഷ് മാത്യു ബേർ പറഞ്ഞ പോലെ പണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈച്ചയെ കാണുമ്പോഴും പാറ്റയെ കാണുമ്പോഴും വീഡിയോ എടുക്കുകയും അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇടുകയും സ്റ്റാറ്റസ് ഇടുകയും അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുക ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന നമ്മളെ, അങ്ങനെയുള്ള പല സഹോദരന്മാരെയും ദൈവം രൂപാന്തരപ്പെടുത്തി അവിടെയെല്ലാം സുവിശേഷത്തിന്റെ വാതിലുകൾ ഹല്ലേലൂയ ദൈവം തുറക്കുന്ന ഒരു വലിയ സാക്ഷ്യങ്ങളാണെന്ന് നമ്മൾ കേട്ടു. നമ്മളെ കുറിച്ചും അവിടെയെല്ലാം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സാന്തരപ്പെടുമ്പം അവരോട് മനഃപൂർവ്വം ക്ഷമിക്കാനും അവരോട് സ്നേഹത്തിന്റെ ഒരു കൈ കാണിക്കാനും ആണ് ദൈവം ഇന്ന് തന്നെ ഓരോ സാഹചര്യങ്ങളും വിളിക്കുകയും ചെയ്യുന്നതിനായിട്ട് ഈ ക്രൂശിന്റെ വഴിയെ പോകാനായിട്ട് ദൈവം ലഭിച്ചിരിക്കുന്ന ആ വഴി പിൻഗമിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മെ സഹായിക്കട്ടെ. കോൺഫറൻസിന് പോയി ഒരുപാട് കാര്യങ്ങൾ കേട്ടായിരുന്നല്ലോ.
അതൊക്കെ കുറേയൊക്കെ എഴുതിയെടുത്തു. അത് സാവകാശം ഓരോന്നായിട്ട് വായിച്ച് ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ വിക്ടർ ബേർ പറഞ്ഞ കാര്യം, നമ്മുടെ ശരീരങ്ങളിലെ ഓരോ അവയവങ്ങളെ അത് അംഗപ്രത്യംഗമായി ബലിപീഠത്തിൽ വെക്കണം. അങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ അഗ്നി വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ അഗ്നി വരണമെങ്കിൽ നമ്മൾ യാഗമായി സമർപ്പിക്കണം. സാക്രിഫൈസ് ഇല്ലെങ്കിൽ ഫയർ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം നമ്മുടെ എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സന്നിധിയിൽ യാഗമായി സമർപ്പിക്കാനും, അങ്ങനെ യേശു ജീവിച്ച പോലെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നു. നല്ല ദിവസം കോൺഫറൻസിന്റെ കൂട്ടത്തിലായിരുന്നു. കോൺഫറൻസിന്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ പോലെ ആയിത്തീരുക, യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷിലുള്ളത് ഇങ്ങനെ വായിക്കുന്നു: മാനിഫെസ്റ്റിംഗ് ദ ലൈഫ് ഓഫ് ജീസസ് ഇൻ ലാസ്റ്റ് ഡേയ്സ്. ഇത് അവസാന സമയങ്ങളാണെന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് വരുന്നുണ്ടെങ്കിൽ ഞാൻ തള്ളിപ്പോവും. സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമായി പോവും. നമ്മുടെ പ്രത്യാശ ഒന്നും ഫുൾഫിൽ ആകത്തില്ല. ഒത്തിരി കാര്യങ്ങൾ പല ആൾക്കാർ, പല സഹോദരന്മാർ പറയുന്നത്. ഒന്ന് രണ്ട് കാര്യം: ഗുരുവിനെ പോലെ ആയിത്തീരുക. ഇത് മത്തായി 10:25 പറയുക. പിന്നീട് ഇത് ഐ തിങ്ക് ഇറ്റ് ഈസ് ബ്രദർ ആണെന്ന് തോന്നി പറഞ്ഞത്. പിന്നെ 1 പത്രോസ് 2:21 പറയുന്ന മാതൃക, അവൻ നമുക്ക് ഒരു മാതൃക വെച്ചിരിക്കുന്നു. അവനിൽ, അതായത് 1 പത്രോസ് 2:21 അത് പറയുന്നത്, മാതൃക വെച്ചിരിക്കുന്നത്. കർത്താവ് ഒരു മാതൃക വെച്ചു അതിനെ പിന്തുടരണമെന്നാണ് ആ സഹോദരൻ പറഞ്ഞ എൻ്റെ ഉദ്ദേശത്തിന്. യോഹന്നാൻ 2:6 പറയുന്നു, അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കണം. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആക്കി തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് പലരും പറഞ്ഞത്, പിന്നീട് ഇതാരാ പറയുന്നത് എനിക്കറിയില്ല. 2 കൊരിന്ത്യർ 4:10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ബൈബിളിൽ തന്നെ വായിച്ചില്ല. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4:10 always carrying about in the body the dying of Lord Jesus, that the life of Jesus also may be manifested in our body. For we who live are always delivered to death for Jesus' sake, that the life of Jesus also be manifested in our mortal flesh. അവിടെ ഈ ശരീരം മോർട്ടലാണ്. ഒരു ദിവസം ഞാൻ സഹോദരനോട് ചോദിച്ചു, ഈ ദ്രവത്വം അദ്രവത്വം എന്നൊക്കെ ഉള്ളത് അതെവിടാ സഹോദര എഴുതിയെന്ന് എഴുതി 53-ാമത്തെ വാക്യം 15:53 എന്നെതായാലും അത് കണ്ടുപിടിച്ചു. അത് ഞാൻ എഴുതി എടുത്തിട്ടുണ്ട്. സോ ദ ഡെത്ത് ഈസ് വർക്കിംഗ് ഇൻ അസ്, ലൈഫ് ഇൻ യു. എന്നിലൊരു മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ നമ്മളെ കേൾക്കുന്നവരിൽ ഒരു ജീവൻ ഉണ്ടാകത്തുള്ളൂ. അതെ, പലപ്പോഴും എൻ്റെ ജീവിതത്തിലാണ് കൂടുതൽ ലൈഫ് നടക്കുന്നത്. പലപ്പോഴും അത് ഈ മരണം എന്നിൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്കൊരു ജീവൻ കിട്ടത്തില്ല. അതുപോലെ തന്നെ ബ്രദർ സാക്കിൻ്റെ എനിക്ക് ഒരാൾ ചോദിച്ചു, ഈ ഓൾഡ് ഏജിലാ നിങ്ങൾക്ക് ഉറക്കം കിട്ടുമോ? പുള്ളിക്കാരൻ ഒരു തമാശ രീതിയിൽ എനിക്ക് തോന്നിയ അങ്ങനെയാണ്. ഒരു തമാശ മതി, ഡ്യൂറിങ് ഡേ ടൈം ഐ ഡൈ, സോ ഐ കുഡ് സ്ലീപ് വെൽ അറ്റ് നൈറ്റ്. അത് വലിയൊരു തമാശയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ചിന്തിക്കാൻ കഴിഞ്ഞു.
if I don't die, then nothing will. അങ്ങനെ പല പല സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആ ഡൈയിങ് എന്നുള്ള പരിപാടി ഇന്നലെ രാത്രിയാണ് ഞാൻ പിന്നെ ഒരു എത്ര മണിക്കാ ഈ സഹോദരനെ ഞാൻ വേറെ ചില ഇറക്കാൻ പറഞ്ഞിട്ട് ഇറക്കിയില്ല. പുള്ളിക്കാരന് 10 മിനിറ്റ് അവിടെ എത്തുന്നതിന് 10 മിനിറ്റ്. എനിക്ക് അതും കൂടെ അവിടെ സഹോദരൻ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതിന് എനിക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അതൊരു എനിക്കൊരു മൂഡ് ഓഫ് ആയി. ഞാൻ വീട്ടിൽ ചെന്ന് വഴക്കൊക്കെ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുന്നതിനോട് ആഗ്രഹിക്കുകയാണ്. കുരിശെടുക്കണം, തൊഴിലെടുത്തേ പറ്റത്തുള്ളൂ. കർത്താവിനെ സഹായിച്ചെങ്കിൽ മാത്രമേ വീട് സ്വയം പറഞ്ഞ പോലെ അവിടെ കേട്ടതുപോലെ ഒത്തിരി ആൾക്കാർ പറഞ്ഞു, കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാണ് പറ്റുന്നത്. കർത്താവിന്റെ ആത്മാവിനിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിതം നയിക്കുവാനും എൻ്റെ ഈ വിശ്വാസ ജീവിതം നല്ല രീതിയിൽ പോകുവാനും കർത്താവിനെ സഹായിക്കട്ടെ. എൻ്റെ കുടുംബത്തെ സഹായിക്കട്ടെ, കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ, ചെറുമക്കളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവിനെ